വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധയും അനാസ്ഥയുമാണ്. കഴിഞ്ഞ ദിവസം ഒരു വാഹനാപകടം സംഭവിക്കുകയുണ്ടായി. അതായത് റോഡ് മുറിച്ച് കടക്കുന്നിടയിൽ അമിത വേഗതയിൽ വന്ന ബൈക്ക് തട്ടിത്തെറിപ്പിച്ചതിനെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി. അതിന്റെ CCTV ദൃശ്യം നമുക്കൊന്ന് കാണാം. ഈ അപകടം കഴിഞ്ഞ മാസം സംഭവിച്ചതാണ്. ഈ CCTV ദൃശ്യം നമുക്ക് കാണുമ്പോൾ തികച്ചും ആ ബൈക്കുകാരന്റെ അശ്രദ്ധ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവനെടുക്കാനുള്ള കാരണം. മാത്രമല്ല, ഇത്തരം രീതിയിലൊരു അപകടം സംഭവിച്ചിട്ടും ആ ബൈക്ക് നിർത്താതെ പോകുകയാണ് ചെയ്തത്. ഇതുപോലുള്ള ക്രിമിനൽ ഡ്രൈവർമാർ പോലും നമ്മുടെ നാടുകളിൽ ദാനം മേടിക്കുന്നുണ്ട്. ഒരു തീർത്തും മനസ്സാക്ഷി ഇല്ലാതെ, മനസ്സാക്ഷി മരവിച്ച തീർത്തും ക്രിമിനലായ ഡ്രൈവർ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള അപകടം സംഭവിച്ചിട്ടും അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെ ബൈക്കുമായി കടന്നു കളഞ്ഞത്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത് ബൈക്കാണ്. അത് ലക്കും ലഗാനും ഇല്ലാതെയാണ് ചിലവർ വാഹനം ഓടിക്കുന്നത്. ഇത്തരം അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പാളിച്ച എന്ന് പറയുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. എന്തെല്ലാം സംവിധാനം ഏർപ്പെടുത്തി, ഇപ്പോൾ ക്യാമറ ഏർപ്പെടുത്തി, എന്നിട്ടും എന്താ വാഹനാപകടങ്ങളിൽ തോത് കുറഞ്ഞിട്ടുണ്ടോ? 30 വർഷത്തിലേറെ വാഹനം ഓടിച്ചിട്ട് ഒരു അപകടവും വരുത്താതെ എത്ര ഡ്രൈവർമാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരൊക്കെ വാഹനം ഓടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു വാഹനവും താനേ അപകടത്തിൽ ചെന്നപ്പെടുന്നില്ല. ഡ്രൈവറുടെ അശ്രദ്ധയാകാം, അമിത വേഗതയാകാം, അനാസ്ഥയാകാം, മാത്രമല്ല ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിംഗ് കൊണ്ടാകാം. ഇതൊക്കെ കൊണ്ടാണ് വാഹനാപകടങ്ങൾ സംഭവിക്കുക. ഇന്ന് നടക്കുന്ന മിക്ക വാഹനാപകടങ്ങളും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ഡ്രൈവർമാരൊക്കെ കർശനമായ രീതിയിൽ ശിക്ഷിക്കാനുള്ള ഒരു നിയമ സംവിധാനമാണ് ഇവിടെ ആദ്യം വേണ്ടത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ക്രിമിനലായിട്ടുള്ള ഡ്രൈവർമാരുടെ വിളയാട്ടം ഇല്ലാതാക്കാൻ സാധിക്കൂ.